ബോസിൽ പോയിട്ട് കോടീശ്വരന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മുടെ ഡോക്ടർ റോബിൻ തന്നെ ആരും അറിയാണ്ട് ഒരു ഹോസ്പിറ്റലിലെ നമ്മുടെ എമർജൻസി വാർഡിൽ ഇരുന്നോടുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഇപ്പോൾ ആരാണ്? അദ്ദേഹം സമ്പാദിച്ച പൈസ എത്രയാണ്? പക്ഷേ ഇതൊക്കെ കിട്ടിയത് എവിടെ നിന്നാണ്? ബിഗ് ബോസിൽ നിന്നാണ്. പക്ഷേ ബിഗ് ബോസിനെ തള്ളി പറഞ്ഞു. ബിഗ് ബോസ്, ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നില്ല, ഒരിക്കലും റോബിൻ ചെയ്യാൻ പാടില്ലാത്ത, ബിഗ് ബോസിനെ ദൈവത്തിനെ പോലെ കാണേണ്ട ഒരാളാണ് തള്ളി പറഞ്ഞത്. അതുപോലെ തന്നെ മാരാര് സീസണിൽ മാരാർക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ബ്രാലില്ലാത്ത കുളത്തിൽ വാട്ടുടി രാജാവ് എന്ന് പറഞ്ഞ പോലെ മൂപ്പര് അവിടെ നിന്ന് പ്രൈസ് കിട്ടി. അനുമോൾക്ക് കിട്ടിയ അതേ പ്രൈസ് തന്നെ മാരാർക്കും കിട്ടി. പക്ഷേ മാരാര് ബിഗ് ബോസിനെ ഇന്നവരെ ആരും പറയാത്ത രീതിയിൽ ടാറടിച്ച് കാണിച്ചു. തലയിൽ മുണ്ടിട്ട് നടക്കുന്ന രീതിയിലേക്ക് ബിഗ് ബോസിനെ കൊണ്ട് എത്തിച്ചു. അതുപോലെ പലരും ലക്ഷങ്ങൾ സമ്പാദിച്ചവരും കോടികൾ സമ്പാദിച്ചവരും എല്ലാവരും തള്ളി പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിഗ് ബോസ് ഒരാളോടും പ്രതികാരം ചെയ്യാനോ ഒരാളോടും മറുപടി പറയാനോ ഒരാൾക്ക് മറുപടി കൊടുക്കാനോ ഒന്നും ബിഗ് ബോസ് നിന്നിട്ടില്ല. അതാണ് ആ ബിഗ് ബോസിൻ്റെ മാന്യത എന്ന് പറയുന്നത്. ബിഗ് ബോസ് ആരോടും പ്രതികാര നടപടി ആരോടും ചെയ്തതായി നമുക്കറിയില്ല. ഇവർ തന്നെയാണ് കിടന്നിട്ട് തിക്കും തിരക്കും ബഹളമൊക്കെ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 93 ലക്ഷം രൂപയോളം മാരാർക്ക് കിട്ടിയിട്ട് മാരാര് 10 കോടി രൂപയുടെ ബിസിനസ്സാണ് മാരാര് ചെയ്തത്. അത് മാരാര് ബുദ്ധി. എന്താണ്? നമ്മുടെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിൽ നമ്മൾ 10 കോടിയുടെ ബിസിനസ് ചെയ്യണം. അത് റിസ്ക് ബിസിനസ്സാണ്. കാറ്, ബംഗ്ലാവ്, വീട്, സ്വർണം, ഞാൻ പറഞ്ഞില്ലേ, ഈ നിലയ്ക്കുള്ള ബിസിനസ്സാണ്. പക്ഷേ അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓലപ്പടക്കം പൊട്ടണ പോലെ ഒരു സൈഡിൽ നിന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. പക്ഷേ മാരാരെ സമയം നല്ലതാണോ? നന്നായിരിക്കും. സമയം എപ്പോൾ മോശമാവണോ അപ്പോൾ തിരിച്ചടിക്കും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളെന്താ വേണ്ടേ? മാരാരൊന്നും ഒരു മനുഷ്യനെ അറിഞ്ഞോളുന്നില്ല. മാരാര് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഏതെങ്കിലും ചാനലിൽ അന്തി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആൾ മാത്രമാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് കുമാറും ഒരു മനുഷ്യനെ അറിഞ്ഞോളുന്നില്ല. അദ്ദേഹം ഫേമസായി, അദ്ദേഹത്തിനും കിട്ടി ലക്ഷങ്ങൾ. ഇപ്പോൾ 10 ലക്ഷം കിട്ടിയാലും ഷെയർ ചോദിച്ച് മൂപ്പര് നടക്കുക. എനിക്കും തരണം 10 ലക്ഷം രൂപ. ഞാനിതുപോലെ ഒരുപാട് ആൾക്കാരെ ജനങ്ങളുടെ പിന്തുണയുള്ള ആളായിരുന്നു, എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളൊരു കാര്യം ആലോചിക്കാറുണ്ട്. നിങ്ങളൊക്കെ വന്ന വഴി, നിങ്ങളൊക്കെ ഇരിക്കുന്ന മൂഡ് മറക്കരുത്. ഇതിനെല്ലാം കാരണം ബിഗ് ബോസാണ്. ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെ ഓരോ മത്സരാർത്ഥികളും സീസൺ 7 വരെ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പലരും തള്ളി പറഞ്ഞിട്ടുണ്ട്, പലരും ഒന്നും പറയാണ്ടിരുന്ന മാന്യന്മാരായിട്ടുള്ളവരുണ്ട്. ബിഗ് ബോസിനെ എന്നും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ അടുത്ത സീസണിൽ വരുന്നവരെങ്കിലും മാന്യത പുലർത്തുക. ബിഗ് ബോസിനെ തള്ളി പറയാണ്ടിരിക്കുക.